ഹലോ, വെൽക്കം ഓൾ. ഇന്ന് നമ്മളൊരു സിംഗിൾ പേജിൽ 6 പാറ്റേൺസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഈ 6 പാറ്റേൺസിൻ്റെയും ഷോർട്സ് സിംഗിൾ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ നമ്മളൊരു പേജ് എടുത്തിട്ട് ഇതുപോലെ 6 കോളംസ് വരച്ചെടുക്കുക. പിന്നെ പാറ്റേൺസ് ചെയ്യുമ്പോൾ ഈസി ആയി ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കോളത്തിലും ഞാൻ എപ്പോഴും സ്ക്വയർ ഗ്രിഡ് വരച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് സ്ക്വയർ ഗ്രിഡ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഓരോ കോളത്തിലും ഒന്നിൽ വെർട്ടിക്കലാണ്, നെക്സ്റ്റിൽ ഹൊറിസോണ്ടൽ എന്ന രീതിയിൽ ഞാനിങ്ങനെ കേർവ്ഡ് ലൈൻസ് ഇട്ടിട്ടാണ് ഫസ്റ്റ് പാറ്റേൺ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ ഫസ്റ്റ് പാറ്റേൺ. സെക്കൻഡ് പാറ്റേണിൽ നമ്മൾ ഇതുപോലെ സ്ക്വയർ ഗ്രിഡിൽ സിഗ്സാക്ക് ആയിട്ട് കേർവ്ഡ് ലൈൻസ് രണ്ട് വശത്തേക്കും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ലൈൻസിലും നമ്മൾ രണ്ട് വശത്തേക്കും സ്ക്വയർ ഗ്രിഡിൽ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുമ്പം അത് ലാസ്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് വരുന്നതാണ്. പിന്നീട് നമ്മൾ അതിനെ ക്രോസ് ആയിട്ടും വരച്ചു കൊടുക്കുന്നു. അതും നമ്മൾ രണ്ട് സൈഡിലോട്ടും ക്രോസ് ആയിട്ടും വരച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളൊരു ഫ്ലവറിന്റെ പ്ലസ് സൈൻ പോലെയാ വന്നത്. ശേഷം അതിന് ഡയഗണൽസ് ആയിട്ട് നമ്മൾ ഇതേ പാറ്റേൺസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പാറ്റേൺ ആണിത്. സെഡ് ആംഗിൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ കൂടെയാണ് ഇത്. കാരണം ഇതൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്കം ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നീട് നമ്മൾ ഇതിന്റെ എഡ്ജസ് കൂടെ അതേപോലെ തന്നെ ഒരു കേർവ്ഡ് ലൈൻ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേർവ്ഡ് ലൈൻ വരച്ചു കൊടുക്കുന്നു. ശേഷം നമ്മൾ ഈ വരച്ചതിൽ ഈ ഫില്ലിങ്സ് വരുന്നത് ഇതിന് ബാലൻസ് വരുന്ന പോർഷനിലൊക്കെ നമ്മൾ ബ്ലാക്കിംഗ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് സെക്കൻഡ് പാറ്റേണും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാറ്റേണും ട്രൈ ചെയ്ത് നോക്കുക. തേർഡ് പാറ്റേൺ നമ്മൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പുള്ള ഗ്രിഡാണ് വരച്ചെടുക്കുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ട് വരച്ചെടുത്ത് അത് പെന്ന് വെച്ച് വരച്ചെടുത്തു. പിന്നീട് നമ്മൾ ഓരോ ഡയമണ്ട് ഷേപ്പിനകത്തും ഒന്നിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഒന്നിൽ വെർട്ടിക്കൽ എന്ന രീതിയിൽ ലൈൻസ് ഫില്ല് ചെയ്തിട്ടാണ് തേർഡ് പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. ഔട്ട്കം കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ അയ്യോ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് വിചാരിക്കരുത്. ഈ ലൈൻസൊക്കെ നമ്മൾ പതിയെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒത്തിരി സ്പീഡിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഫിൽ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് തേർഡ് പാറ്റേണും. ഫോർത്ത് പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഡോട്ട്സ് ഇട്ടിട്ടാണ്. ഇതുപോലെ നമ്മൾ സ്ക്വയർ ഗ്രിഡിൽ ജോയിൻറ്റ്സ് വരുന്നിടത്തൊക്കെ ഡോട്ട്സ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ എഡ്ജസിലും നമ്മൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ആ ഡോട്ട്സ് ഒക്കെ ഒന്നിന് മീതെ നിന്ന് ഒന്നിന് താഴെ വരുന്ന രീതിയിൽ നമ്മൾ ഡോട്ട്സ് ഫില്ല് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഫോർത്ത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പാറ്റേൺ ചെയ്തെടുത്തിട്ടുള്ളത് സ്ക്വയർ ഗ്രിഡും ഡയമണ്ട് ഗ്രിഡും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ ഗ്രിഡിൽ ഡയഗണൽസ് വരച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു സ്ക്വയറിൽ രണ്ട് കോളംസ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ പാറ്റേൺ. നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം പൈപ്പിംഗ് പാറ്റേൺ പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതേ സെയിം പൈപ്പിംഗ് പാറ്റേൺ വരച്ച ശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്വയറിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് രണ്ട് രണ്ട് കോളംസ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റിൽ ഫില്ല് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ 6 പാറ്റേൺസും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് സ്ലോയിലിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.